ഹലോ ആർദ്ര, വെൽക്കം ടു VMC മലയാളമ്മ. എന്ത് ചെയ്യണു? ഓക്കെ. അപ്പൊ ആർദ്ര എപ്പോഴാണ് ഈ മെഡിറ്റേഷനെ കുറിച്ച് അറിഞ്ഞത്? ഇപ്പൊ ഒരു വർഷമായിരുന്നു അല്ലേ? ഒരു വർഷമായി. ഓക്കെ. അപ്പൊ മുതല് ചെയ്യാൻ തുടങ്ങിയോ? ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ടൈം കുഞ്ഞ പറഞ്ഞത് കേട്ടിട്ട് ചെയ്തു. പിന്നെ ഫുള്ള് വേണ്ടാന്ന് വിചാരിച്ചു. ഫാമിലിന്നായാലും കൊറേ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ കഴിക്കുന്നത്, നോൺ വെജ് കഴിക്കാണ്ടിരിക്കുന്നേ, ഇതൊക്കെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ്, അതായത് നോൺ വെജ് ഒക്കെ മാറ്റി ധ്യാനം ചെയ്യുന്ന ആർദ്രയുടെ കുടുംബത്തിൽ തന്നെ എന്തിനാ ഈ വയസ്സിൽ നോൺ വെജ് ഒക്കെ നിർത്തിയത്, അതൊന്നും നിർത്തരുത്, എന്തിനാ ഇപ്പൊ തന്നെ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോ വീണ്ടും മനസ്സ് മാറി അതൊക്കെ തിന്നാൻ തുടങ്ങി, വീണ്ടും മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്തോ ബേബി? മായയിൽ പെട്ടുപോയല്ലേ? പിന്നെ എപ്പോഴായി തിരിച്ചറിവുണ്ടായ മോൾക്ക്? കുഞ്ഞ പറഞ്ഞിട്ടൊന്നും ഞാൻ കേട്ടില്ല. അതായത് ഈ ആൾക്കാർ പറയുന്നതാണ് കറക്റ്റ്, നോൺ വെജ് തിന്നുന്നതാണ് കറക്റ്റ്, കുഞ്ഞാന്ന് പറഞ്ഞ പിന്നെ അതായത് മേമ അല്ലെ, അതായത് ചിറ്റ പറയുന്നത് തെറ്റാണ്, നോൺ വെജ് നിർത്തണം, ധ്യാനം ചെയ്യണം എന്നൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് മൂപ്പരോട് ഉദ്ദേശിയായി മിണ്ടാതിരുന്നോ? മിണ്ടാതിരുന്നില്ല. കേട്ടില്ല, പറയണൊന്നും കേട്ടില്ല, മിണ്ടാതിരുന്നില്ല. പക്ഷേ എന്നാലും ഒരു കുഞ്ഞിന്റെ അടുത്ത് പോവാറില്ല, വീട്ടിൽ വരാറില്ല. നോൺ വെജ് കഴിക്കരുതെന്ന് പറയുമല്ലോ അല്ലെ? അപ്പൊ അത് ഇഷ്ടമല്ല. അതായത് എത്രയും പേര് ഇൻഫ്ലുവൻസ് ചെയ്തു മോളെ, കഴിച്ചോ, ഇതാണ് നല്ലത്, ധ്യാനം ഒന്നും ചെയ്യണ്ട, ആര് പറഞ്ഞു ഇതൊക്കെയെന്ന്. നെഗറ്റീവിന് അത്രയും പവർ ഉണ്ട് ബേബി അല്ലെ? ഓക്കെ. അപ്പൊ എത്ര കാലം ചിറ്റയുടെ അടുത്തേക്ക് വരാതിരുന്നു? ചിറ്റയുടെ അടുത്ത് ഒരു 3-4-5 മാസം. ആ ഒരു ടൈം എനിക്ക് വീണ്ടും ഫുള്ള് വയ്യാണ്ടായി. ഓഹോ. ക്ലാസ് ഒക്കെ പോയി, ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോ പറഞ്ഞു ഡിസ്കിന് നടുവേദന എന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്ക്. ഈ വയസ്സിലോ? ബെൽറ്റ് കെട്ടാനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞ് അത് കുഴപ്പമില്ല, വിറ്റമിൻ D3 കൊണ്ടാണ് നടുവിന്റെയൊക്കെ ഇങ്ങനെ വേദന വരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഈ എക്സാം ടൈം ആയപ്പോഴത്തേക്കും ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ വന്നതാണ്. അമ്മാമ്മയ്ക്ക് ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു, മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ടൈം അങ്ങനെ വന്ന് നിന്നപ്പോ കുഞ്ഞിനെ വീണ്ടും കണ്ടു. കുഞ്ഞ് പറയുന്നത് വീണ്ടും ക്യാച്ച് ചെയ്തു. അത് ഏത് സമയത്ത്? ഇത്രയും വയ്യാതെ ബെഡ് റെസ്റ്റ് ആയപ്പോഴാണോ മോൾക്കത് മനസ്സിലായത്? ബെഡ് റെസ്റ്റ് ആയില്ല, എന്നാലും ക്ലാസ്സിനൊന്നും പോകാൻ പറ്റില്ല. ടോട്ടൽ എനിക്ക് 10th 120 അറ്റൻഡൻസേ ഉള്ളായിരുന്നു. 120 അറ്റൻഡൻസേ ഉള്ളൂ. അപ്പൊ പോവാൻ പറ്റാത്ത അത്രയും വയ്യാത്ത പരിസ്ഥിതിയായിരുന്നു. പക്ഷെ എന്നാലും കിടപ്പിലല്ല, പക്ഷെ പോവാൻ പറ്റില്ല. എന്താ നടക്കാൻ പറ്റില്ലായിരുന്നോ? കാല് വേദന, കഴപ്പ്, കുറച്ചേരം ഇരിക്കുമ്പോ തന്നെ നടുവൊക്കെ ഫുള്ള് കഴപ്പും വേദനയും. ആദ്യം രാവിലേക്ക് എണീറ്റ് വരുമ്പോഴത്തേക്കും ഏറ്റവും നല്ല വയസ്സായ അമ്മൂമ്മമാരെ എണീറ്റ് വരുന്ന കണക്ക് ഫുള്ള് വേദന, അവിടെ ഇവിടെ കരഞ്ഞോണ്ട് കയറുന്ന എണീറ്റ് വന്നോണ്ടിരുന്നു. ഒട്ടും വയ്യായിരുന്നു. പനി, ഇടയ്ക്കിടയ്ക്ക് പനി വരും, ഫുള്ള് വയ്യാണ്ടായി. 120 അറ്റൻഡൻസേ ഉള്ളായിരുന്നു. സാറ് പിന്നെ ക്ലാസ് ടീച്ചറിന് എന്നെ അറിയാന്നുള്ളത് കൊണ്ട്, പഠിക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് സാറ് HMന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിട്ടാണ് എക്സാം എഴുതാൻ പറ്റിയ SSLC എക്സാം. ഓക്കെ. അപ്പൊ ആ സമയത്താണോ വീണ്ടും മേമയെ കാണുന്നത്, ചിറ്റയെ കാണുന്നത്? അപ്പോ ചിറ്റ പറഞ്ഞത് ആചരിക്കണമെന്ന് തോന്നിയ മോൾക്ക്? തോന്നി. കാരണം എനിക്ക് ഇത്രയും ചിറ്റ ആദ്യം പറഞ്ഞപ്പോഴും ഞാൻ കേട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാരണം ഇല്ല ചിറ്റ പറയത്തില്ലല്ലോ. ചിറ്റ ആ ടൈമൊക്കെ ആയപ്പോ 1.5 വർഷം കഴിഞ്ഞു ചിറ്റ മെഡിറ്റേഷൻ ചെയ്യും. ചിറ്റയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എനിക്കല്ലാതെ തന്നെ മൈൻഡിനായാലും കുറച്ച് ഇതുണ്ടായിരുന്നു, വിഷമങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കേട്ടു. പിന്നെ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങി, നോൺ വെജ് കഴിക്കാണ്ട് വെജിറ്റേറിയൻ ആയി, ഫുള്ള് ഓക്കെ ആയി. ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ നോർമലാണ്. ഇപ്പൊ വയ്യായൊക്കെ മാറിയോ മോളുടെ? വയ്യായൊക്കെ മാറി. ഇപ്പൊ നല്ല എനർജറ്റിക് ആയോ? അപ്പൊ ഡിസ്കിന്റെ വേദനയൊക്കെ മാറിയോ? വൈറ്റമിൻ ഡിയുടെ ആ ഒരു ഡെഫിഷ്യൻസി ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇപ്പൊ മോൾക്ക് മനസ്സിലായോ? എല്ലാവരും പറഞ്ഞു, പലരും പറഞ്ഞു അല്ലെ, ഭൂരിഭാഗം പറഞ്ഞു നോൺ വെജ് കഴിക്കേ, മെഡിറ്റേഷൻ എന്തൊക്കെയാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അവര് പറഞ്ഞ അല്ല ശരി, ചിറ്റ പറഞ്ഞ തന്നെയാണ്, ധ്യാനം ചെയ്യണം, നോൺ വെജ് കഴിക്കരുത് എന്ന് പറഞ്ഞതാണ് സത്യം എന്ന് മോൾക്ക് മനസ്സിലായോ? അത് മനസ്സിലാവാൻ ഒരു എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂ വരേണ്ടി വന്നു അല്ലെ? അപ്പോഴാണ് അത് എടുത്തത് അല്ലെ മോള് ശരിയാണെന്ന്. അപ്പൊ അതിൽ നിന്ന് പുറത്തു വന്നു. ഇപ്പൊ ഇത്ര എനർജറ്റിക് ആയി ഹാപ്പി ആയിട്ട് മോളുണ്ട്. ഇപ്പൊ ഇനി ഒരിക്കലും ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്താൽ മാറും അതൊന്ന്? ഇല്ല, മാറത്തില്ല. കാരണം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ച വയ്യാണ്ടിരുന്ന സമയത്തായാലും എന്നിട്ട് എനിക്ക് ഇതിലോട്ട് തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വീണ്ടും മെഡിറ്റേഷൻ സംഭവിക്കാനൊക്കെ അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോ തന്നെ ഒരുപാട് പേടിയാ തോന്നി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം എനിക്ക് അത്രയും വിഷമത്തോടെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ ആരാണെന്ന് അറിയണം, ഞാൻ എന്തിനാണ് ആരോട് പറഞ്ഞു? എന്റെ ഇന്നറിനോട്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജന്മം എടുത്തതെന്ന് എനിക്ക് അറിയണം. ഞാൻ ഇതുവരെ ചെയ്തതിന് അത്രയും മാപ്പ്, അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും ചെയ്തതിനൊക്കെ മാപ്പ് ഞാൻ പറയുന്നു. ഞാൻ അത്രയ്ക്ക്
അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ കുഞ്ഞ് പറയുന്നത് ശരിയാണ്. ഞാൻ ഒരുപാട് മാപ്പ് ചോദിച്ചു. അന്തരാത്മാവിനോട് അല്ലെ, ഇന്നറിനോടാണ് മാപ്പ് ചോദിച്ചത് മോള്. അന്ന് തന്നെ ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ അടുത്ത് ആരോ വന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്താ സംസാരിച്ച് ക്ലിയർ അല്ലായിരുന്നു. രഹസ്യം പറയുന്ന ഒരു ഇതായിരുന്നു എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് അതൊന്നും ക്ലിയർ ആയില്ല. ഞാൻ ചോദിച്ചു ആരാണ് എന്ന് ചോദിച്ചു. പക്ഷെ അതിനൊന്നും എനിക്ക് മറുപടി കിട്ടിയില്ല. എന്തുകൊണ്ടാ മറുപടി ഗ്രഹിക്കാൻ പറ്റാഞ്ഞതെന്ന് അറിയാം മോൾക്ക്? ഇപ്പൊ നമ്മളുടെ ഫോണില് എന്താ പറയാ സിഗ്നൽ ഇല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അയച്ച മെസ്സേജ് നമുക്ക് ഡൗൺലോഡ് ആവോ ബേബി? ഇല്ല. അതേപോലെ തന്നെ നമ്മളിൽ ആ സാധനയിലൂടെ നിരന്തരം കൃത്യനിഷ്ഠയോട് കൂടി ചെയ്യുന്ന സാധനയിലൂടെ ആ ശക്തി എന്നുള്ളത് വളരെ നല്ല ഉയർന്ന രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആസ്ട്രലി കിട്ടുന്ന ആസ്ട്രൽ മാസ്റ്റേഴ്സിന്റെ മെസ്സേജസ് ഈസി ആയിട്ട് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോ ശക്തി വർദ്ധിപ്പിക്കാൻ മോൾക്ക് സാധിച്ചോ? ആ മെസ്സേജ് മോൾക്ക് കണക്ട് ആയോ? കണക്ട് ആയോന്ന് ചോദിച്ചാൽ ഇല്ല. അന്ന് ഞാൻ വേറൊരു ഒരു ഇമേജ് കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഓടുന്നതായിട്ട് എന്റെ അമ്മാമ്മയുടെ വീട്ടിലായിരുന്ന സമയത്ത് ആ വഴി കൂടെ ഒരു ചെറിയ ഇടവഴി കൂടി ഇങ്ങനെ ഓടി പോകുന്നതായിട്ട് തോന്നി. ആ ഒരു ടൈം എനിക്ക് ഇറങ്ങി ഓടണം, എനിക്ക് പോയാലേ പറ്റത്തുള്ളൂ, എനിക്ക് ബാക്കി എന്താണെന്ന് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടപ്പോഴത്തേന്നെ എന്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ പോയ ആപത്താണ്. എനിക്കിത് എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ഞാൻ കുഞ്ഞോട് തന്നെ ചോദിച്ചു ഇത് എന്തുകൊണ്ടായിരുന്നു കുഞ്ഞ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുഞ്ഞ പറഞ്ഞു അത് നമുക്ക് വളരെ സമയം കുറവാണ്, ഇതിലേക്ക് എത്താനായിട്ട് സമയം വളരെ കുറവാണ്. എത്തിയ ഈ ഒരു സമയം നിനക്കൊരു വളരെ സന്തോഷം കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടുതൽ പരിശ്രമിക്കാനാണ് ചെയ്യേണ്ടത്. അതാണ് ആ ഓട്ടത്തിൽ നിന്ന് പക്ഷെ ആ ഓടുന്ന സമയം തന്നെ ഒരുപാട് ആപത്തുകൾ കാണും, അതൊക്കെ തരണം ചെയ്ത് ഓടണമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് കുഞ്ഞ പറഞ്ഞു. എന്താ ചെയ്യുക, ആധ്യാത്മിക പാതയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. എല്ലാവർക്കും വരാൻ പറ്റില്ല മോളെ. വന്നാലും ഇതിൽ നിൽക്കാൻ പറ്റില്ല, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ ഈ സമയം ആസന്നമായിട്ടുണ്ട്. ഈ ഭൂമി ഓൾഡ് എനർജിയിൽ നിന്നും ഭൂമി ന്യൂ എനർജിയിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഈ ദിവ്യമായിട്ടുള്ള തരുണത്തില് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ആധ്യാത്മിക പ്രഗതി സുസാധ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ദിവ്യമായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്തേ പറ്റൂ അല്ലെ? അത് നമുക്ക് മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നിരന്തരം ധ്യാന സാധന ചെയ്യുന്നുണ്ടോ മോള്? ചെയ്യുന്നുണ്ട്. രാവിലെയോ വൈകിട്ടോ ഫുള്ള് 2 നേരം ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറെങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. വെരി ഗുഡ്. അപ്പൊ പിന്നെ ഇത് മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മോളത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയോടാ? പറഞ്ഞു കൊടുക്കാം. എനിക്ക് ക്ലാസ്സിലുള്ള അധികമുള്ള പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരിൽ കാണുകയാണെങ്കിലോ പഠിക്കാനായാലും പിന്നോട്ട് നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണം. എന്റെ അനുഭവം തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് തോന്നി. പക്ഷെ എന്നാലും അവരുടെ ഫാമിലി സമ്മതിക്കത്തില്ലല്ലോ. ഇപ്പൊ തന്നെ എന്തിനാ മെഡിറ്റേഷൻ എന്ന് ചോദിക്കല്ലേ? പക്ഷെ കുഞ്ഞു കുട്ടിയാവുമ്പോ 3 വയസ്സ് മുതലാണ് മെഡിറ്റേഷൻ പഠിക്കേണ്ടത്. അല്ലാതെ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതാണോ മോളെ ധ്യാനം? അല്ല. പക്ഷെ അതവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇപ്പൊ തന്നെ എന്തിനാ ധ്യാനം, ഇപ്പൊ തന്നെ തിന്നോ, ഇപ്പോഴേ തിന്നാൻ പറ്റൂ, എല്ലാത്തിനെയും കൊന്നു തിന്നെന്ന് പറയുന്ന പേരൻസ് ഉള്ളവർ കുട്ടികളുടെയൊക്കെ കഷ്ടകാലം അല്ലേ? അപ്പൊ എല്ലാ പേരൻസിലും തിരിച്ചറിവ് വരട്ടെ. മോളുടെ ഈ വീഡിയോ ഓരോരുത്തരുടെയും ഹൃദയാന്തരാളങ്ങളിലേക്ക് വിചക്ഷണയുടെ ദിവ്യരഹസ്യങ്ങളുടെ ഈ ഒരു താക്കോൽ കൂട്ടം അങ്ങ് ഇറങ്ങിച്ചെന്ന് എല്ലാം തുറക്കട്ടെ അല്ലേ? ഈ ഒരു മഹാവിജ്ഞാനത്തെ അവരുടെ ആ ഒരു അന്തരാത്മാവിലേക്ക് സരളമായി ഒഴുക്കട്ടെ അല്ലേ ബേബി? താങ്ക് യു ആർദ്ര. നിന്റെ പേര് പോലെ തന്നെ ആർദ്രമായി നീ ഒരു എന്താ പറയാ ഈ ഒരു അനുഭവജ്ഞാനത്തെ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി ബേബി. അപ്പൊ മോളെ ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കുക, ചെവിയുള്ളവർ കേൾക്കട്ടെ, സ്ഥിതിയുള്ളവർ ആചരിക്കട്ടെ അല്ലേ? താങ്ക് യു ആർദ്ര. ഇത് മെഡിറ്റേഷൻ ഒരിക്കലും വിടരുത്. നിങ്ങളെപ്പോലുള്ള ഭാവി തലമുറയുടെ കയ്യിൽ മാത്രമാണ് ഈ ഒരു ആധ്യാത്മിക വിപ്ലവാത്മകമായിട്ടുള്ള ഈ ആധ്യാത്മിക പ്രഗതി സുസ്ഥിരമായിരിക്കട്ടെ. നിങ്ങളിലൂടെ മാത്രമേയാണ് ഈ ഭൂമിയിൽ ദിവ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഡണ്ണാ? Yes. Thank you, baby. Love you, ma.